ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതിയാണ് ആദിയുടെ അമ്മ എന്നുള്ളൊരു സത്യം നമ്മുടെ ചന്ദ്രമതി തിരിച്ചറിയുന്ന ഒരു ഗംഭീര എപ്പിസോഡിനെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ചന്ദ്രമതി പുതിയതായിട്ട് ഒരു ഡാൻസ് ക്ലാസ് ഒക്കെ ആരംഭിക്കുന്നുണ്ട്. ഡാൻസ് ക്ലാസ്സിൽ പിള്ളേരാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ ആനുവൽ ഡേ നടന്ന സമയത്ത് അവർ ഭരതനാട്യം കളിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചന്ദ്രമതിക്ക് അങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചന്ദ്രയാണെങ്കിലും ആ വീഡിയോസൊക്കെ ആസ്വദിച്ച് കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ശ്രുതിയുടെ മകനായിട്ടുള്ള ആദി ബെസ്റ്റ് സ്റ്റുഡൻറ് അവാർഡ് മേടിക്കുന്നത് ചന്ദ്രമതിയുടെ കണ്ണിൽ പെടുന്നത്. ആദിയുടെ ഫോട്ടോ കാണുമ്പോഴേക്കും ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ ഇവനെ എനിക്ക് അറിയാം എന്നുള്ള മട്ടിലിങ്ങനെ വീഡിയോയിലേക്ക് തന്നെ ഉറ്റു നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ആദിക്ക് പ്രൈസ് കൊടുക്കുന്ന ആ സമയത്ത് പാരൻസ് കൂടെ സ്റ്റേജിലേക്ക് കയറി വരണമെന്നുള്ളത് കൊണ്ട് തന്നെ വിമലയെയും ആദിക്കൊപ്പം കാണുന്നുണ്ട് ചന്ദ്രമതി. വിമലയും കൂടെ കാണുമ്പോഴത്തേക്കും ഇവരെ എനിക്ക് അറിയാം, ഇവര് രേവതി പണ്ട് കുളത്തിൽ വീണ സമയത്ത് ഈ കുട്ടിയായിരുന്നു അവളെ രക്ഷിച്ചിരുന്നത്, പലതവണ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുമുണ്ട് എന്നൊക്കെ ചന്ദ്രമതി ഓർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ കാര്യങ്ങളെല്ലാം വലിയ ഗമയില് ഭാമയോടും തൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആ പിള്ളേരോടും ഒക്കെ പറയുന്നുണ്ട് ചന്ദ്രമതി. എന്നാൽ അപ്പോഴാണ് പെട്ടെന്ന് ആദിയുടെ പാരൻ്റായിട്ട് ശ്രുതി കൂടെ സ്റ്റേജിലേക്ക് കയറി വരുന്നതായിട്ട് ചന്ദ്രമതി കാണുന്നത്. ഇതങ്ങോട്ട് കാണുന്നതും ചന്ദ്രമതി ആകെ ഷോക്കാവുന്നുണ്ട്. അത്രയും നേരം ആ കുട്ടികൾ അവരുടെ കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ചന്ദ്രമതിക്ക് വീഡിയോ കാണിച്ചു കൊടുക്കുകയായിരുന്നെങ്കിൽ ആ രംഗം അങ്ങോട്ടൊക്കെ ശ്രുതിയെ കാണുമ്പോഴേക്കും ചന്ദ്രമതി അവരുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് തിടുക്കത്തോടെ ആ വീഡിയോയിലേക്ക് ഉറ്റു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ശ്രുതിയെ ആ ഒരു സിറ്റുവേഷനിൽ കണ്ട് ശരിക്കും അന്തം വിടുന്നുണ്ട് ചന്ദ്രമതി. ഇതെന്താണ് ഇവിടെ ആദിയുടെ അമ്മയുടെ സ്ഥാനത്ത് പോയി നിൽക്കുന്നതെന്നും പാരൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇവളെയാണല്ലോ വിളിച്ചത്, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ചന്ദ്രമതി ആ വീഡിയോ ഭാമയ്ക്ക് നേരെ കാണിച്ചു കൊടുക്കുന്നു. ഭാമയും ചന്ദ്രമതിയുടെ അടുത്ത് അത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാ ചന്ദ്രൻ ഞാൻ ഈ കാണുന്നതെന്ന്. അത് തന്നെയാണ് ഭാമയെ ഞാനും ചിന്തിക്കുന്നത്. നിന്റെ വാക്കും കേട്ടിട്ട് അവളെ എൻ്റെ മോന് കല്യാണം കഴിച്ചു കൊടുത്തതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അല്ല, ഇവളെന്തിനാണ് ആദിയുടെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്റ്റേജിൽ പോയി നിൽക്കുന്നത്? ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ എനിക്ക്. തന്നെ ഭാമ ചന്ദ്രയോട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ചന്ദ്രേ നമുക്ക് പോയിട്ട് ശ്രുതിയുടെ അടുത്ത് തന്നെ കാര്യം ചോദിച്ചാലോ. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ ഭാമേ ശ്രുതിയുടെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവള് സത്യം പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൾ എന്തെങ്കിലും ഉടായ്പൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും, അത്രേ ഉണ്ടാവും. പക്ഷേ ഞാനിതങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഇതിന്റെ പിന്നിലുള്ള സത്യം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തും. അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. ശേഷം സ്റ്റുഡൻസ് ആയിട്ടുള്ള പിള്ളേരോട് ഇത് ഏത് സ്കൂളാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവര് സ്കൂളിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതറിയുമ്പോഴാണ് ചന്ദ്രമതിയും രവീന്ദ്രൻ കുറച്ച് നാളായിട്ട് ജോലിക്ക് പോകുന്നത് ഈ സ്കൂളിൽ തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അവിടെ അഡ്മിനിസ്ട്രേറ്റീവിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഡെയിലി വേജസ് എന്ന് പറഞ്ഞതുപോലെ രവീന്ദ്രൻ അവിടെ ഓഫീസ് അഡ്മിനായിട്ട് ആ സ്കൂളിൽ തന്നെ പോകുന്ന കാര്യം ഓർക്കുമ്പോൾ ശ്രുതി എന്തിനാണ് അവിടെ പോയി നിൽക്കുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് രവിയേട്ടനോട് തന്നെ ആദ്യം പോയി തിരക്കാമെന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ ചന്ദ്രമതി. ഭാമ ഇതേ സമയം ചന്ദ്രയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ചന്ദ്ര നീ ടെൻഷൻ ആവുകയൊന്നും വേണ്ട, നമുക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സമാധാനമായിട്ട് അന്വേഷിച്ചറിയാം. അതെ ഭാമേ, ഇന്ന് ബുധനാഴ്ചയല്ലേ, രവിയേട്ടൻ സ്കൂളിൽ പോയിട്ടുണ്ട്, നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാം. ശേഷം സ്റ്റുഡൻസിനോടായിട്ട് ആ വീഡിയോ തൻ്റെ വാട്സപ്പിലേക്കും കൂടെ അയക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷം ചന്ദ്രമതി ഭാമയും കൂട്ടി നേരെ സ്കൂളിലേക്ക് പോവുകയാണ്. ചന്ദ്രമതിയെ സ്കൂളിൽ കാണുന്ന രവീന്ദ്രൻ, ചന്ദ്രേ നീ എന്തിനാ സ്കൂളിലേക്ക് വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ രവിയേട്ടനെ കാണാൻ വേണ്ടി വന്നതാന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി. ഞാനേ രവിയേട്ടൻ്റെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താണെങ്കിലും ചന്ദ്ര വീട്ടിലെത്തിയതിനു ശേഷം സംസാരിച്ചാൽ പോരെ എന്നുള്ള കാര്യം രവി ചോദിക്കുന്നുണ്ടെങ്കിലും രവിയേട്ടാ ഒരു പ്രധാനപ്പെട്ട കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതും പറഞ്ഞ് ആ വീഡിയോ നമ്മുടെ ചന്ദ്രമതി രവീന്ദ്രൻ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് രവിയും ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. എന്നിട്ട് ഞെട്ടലോടെ എന്തൊക്കെയാ ചന്ദ്ര ഇതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല രവിയേട്ടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്കെന്തോ ഭയങ്കര പേടിയാവുന്നു. ഇവളെക്കുറിച്ച് ഓരോ ദിവസം കഴിയും തോറും ഓരോരോ കാര്യങ്ങളാണല്ലോ പുറത്തു വരുന്നത്. എനിക്കെന്തോ വലിയ സംശയം തോന്നുന്നുണ്ട് ഇവളുടെ കാര്യത്തിൽ. അതേസമയം രവീന്ദ്രൻ പറയും, ഒരുപക്ഷെ ആദ്യം നമ്മുടെ വീട്ടിലേക്കൊക്കെ വരാറുണ്ടല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ ശ്രുതിയും ആ ഫംഗ്ഷന് പങ്കെടുത്തതായിരിക്കും. എന്നാൽ ചന്ദ്ര പറയും, ഫംഗ്ഷന് പോയി അവനെ കണ്ടോട്ടെ, അതൊന്നും ഞാൻ വേണ്ടാന്ന് പറയുന്നില്ലല്ലോ. പക്ഷേ പാരൻസിനെ വിളിക്കുന്ന സമയത്ത് ഇവളെന്തിനാ അവൻ്റെ കൂടെ പോയി സ്റ്റേജിൽ നിൽക്കുന്നത്? എനിക്ക് അത് കണ്ടിട്ടാണ് ഡൗട്ട് കൂടുന്നത്. പിന്നെ രവിയേട്ടാ, നിങ്ങളും നിങ്ങളുടെ അമ്മയും ചേർന്നിട്ടാണ് ഞാൻ അവളെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടി പറഞ്ഞിട്ടും വീണ്ടും ആ വീട്ടിൽ തന്നെ നിർത്തിയത്. ഇവൾ ഇനിയും എന്തെല്ലാമോ കാര്യങ്ങൾ മറക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം അറിഞ്ഞേ പറ്റുള്ളൂ. ശേഷം ചന്ദ്രമതി
ആദ്യം ഇവിടെയാണോ പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട് രവീന്ദ്രൻ. അല്ല അത് നിനക്ക് അറിയില്ലായിരുന്നോ എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾ അല്ലെങ്കിലും എല്ലാ കാര്യവും എന്റെ അടുത്ത് വന്ന് പറയാറുണ്ടോ? ഉടനെ രവീന്ദ്രൻ സച്ചിക്കും രേവതിക്കും ഇതിനെക്കുറിച്ച് അറിയാലോ എന്ന് പറയുമ്പോൾ അവരറിഞ്ഞിട്ട് എന്താ പ്രയോജനം? എന്തായാലും സച്ചിയുടെയും രേവതിയുടെയും പേര് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിക്ക് മറ്റൊരു കാര്യം കൂടെ ഓർമ്മ വരുന്നുണ്ട്. സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് ആദിയെ ദത്തെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് മുമ്പൊരു സംസാരം ഉണ്ടായിട്ടുണ്ട് വീട്ടില്. ഒരിക്കലും ഈ ആദിക്ക് വേണ്ടി തന്നെ ആദിയുടെ പാരന്റ്സ് മീറ്റിങ്ങിന് സച്ചിയും രേവതിയും അവന്റെ പാരന്റ്സിന്റെ സ്ഥാനത്ത് പോയി ചെന്നിട്ടുണ്ട് സ്കൂളിൽ. എന്നാൽ അതെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ശ്രുതി ഒരിക്കലും അവിടെ നിന്നത് അത്ര വിശ്വസനീയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അത് മാത്രമല്ല, ആ വിമലയും ആദ്യം വീട്ടിലേക്ക് വരുന്ന സമയത്ത് ശ്രുതി അവൾ മുഖം കൊടുത്ത് സംസാരിക്കുന്ന പോലും ഞാൻ ഇത്രയും ദിവസമായിട്ട് കണ്ടിട്ടില്ല. എല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും രവീന്ദ്രനും പറയുന്നുണ്ട്, അതേ ചന്ദ്രേ, എനിക്കും ചെറിയൊരു സംശയം ഇപ്പോൾ തോന്നുന്നുണ്ട്. എന്തായാലും ആദിയുടെ പാരന്റ്സിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവുമല്ലോ ലെക്ചറിനകത്ത്. ഞാൻ അവിടെ പോയിട്ട് എന്തൊക്കെയാ ഡീറ്റെയിൽസ് എന്നുള്ള കാര്യം ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ രവീന്ദ്രൻ ഓഫീസിലേക്ക് ചെന്നിട്ട് ആദിയുടെ ഡീറ്റെയിൽസ് എടുക്കുകയും അതിലെ പാരന്റ്സിന്റെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. ഫോൺ നമ്പറിന്റെ സ്ഥാനത്ത് കറക്റ്റായിട്ട് നമ്മുടെ ശ്രുതിയുടെ തന്നെയാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. അത് കാണുമ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് രവീന്ദ്രനോട്, ഇപ്പൊ കണ്ടില്ലേ രവിയേട്ടാ, എന്റെ സംശയം സത്യമായത് കണ്ടില്ലേ? അവളുടെ ആ ശ്രുതിയുടെ ഫോൺ നമ്പർ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അഡ്രസ്സും ഇതിലുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ കാണുന്ന അഡ്രസ്സിൽ പോയെന്ന് അന്വേഷിച്ചാലോ? ഉടനെ രവീന്ദ്രൻ ചന്ദ്രയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചന്ദ്രേ, നീ ധൃതി പിടിച്ചിട്ട് ഓരോരോ പ്രശ്നങ്ങളിൽ പോയി ചാടാൻ നിൽക്കണ്ട. നമുക്ക് എന്തായാലും പതിയെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാന്നേ, സമാധാനമായിട്ടിരിക്കുക. എന്നാൽ ചന്ദ്ര അടങ്ങുന്നില്ല. രവീന്ദ്രനോട് പറയും, ഞാൻ എങ്ങനെ സമാധാനമായിട്ടിരിക്കും രവിയേട്ട? എന്റെ മോന്റെ ജീവിതമാണ് നശിക്കാൻ വേണ്ടി പോകുന്നത്. ഇവളുടെ വാക്കും കേട്ടിട്ട് അവള് പണക്കാരിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ശ്രുതിക്ക് അവളെ നമ്മൾ കല്യാണം കഴിച്ചു കൊടുത്തു. ഇപ്പൊ പണക്കാരി അല്ലെന്നുള്ള സത്യം മനസ്സിലായില്ലേ? ഇനിയും അവളുടെ പിന്നിൽ എന്തെല്ലാമോ സത്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഏതായാലും ശ്രുതിയുടെ ജീവിതം തകർക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെയും പറഞ്ഞ് ചന്ദ്ര ആ അഡ്രസ്സുമായിട്ട് നമ്മുടെ ഭാമയും കൂട്ടിയിട്ട് ശ്രുതിയുടെ വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. വിമലയ്ക്കാണെങ്കിൽ ചന്ദ്രമതിയെ നന്നായിട്ട് അറിയാം. വിമല ചന്ദ്രമതിയെ കണ്ടിട്ട്, അല്ല ഇതാര് ചന്ദ്രയോ, എന്താ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അകത്തേക്ക് കയറ്റി ഇരുത്തുന്നുണ്ട്. എന്താ പെട്ടെന്ന് ഇങ്ങോട്ടൊരു യാത്ര എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് പിന്നെ പെട്ടെന്നാണല്ലോ ഓരോരോ കാര്യങ്ങൾ അറിയുന്നത്. അങ്ങനെ മുനവെച്ച് പറയുന്നുണ്ട് തിരിച്ച് ചന്ദ്ര. ശേഷം ചന്ദ്രമതി വിമലയെ തൽക്കാലം അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. വിമല വെള്ളം എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയ തക്കം നോക്കിയിട്ട് ചന്ദ്രമതി ഭാമയെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്, ഭാമേ, നീ ഒരു കാര്യം ചെയ്യും, അവളും ആ കുട്ടിയും ഒരുമിച്ചുള്ള എന്തെങ്കിലും ഫോട്ടോസോ എന്തെങ്കിലും കാര്യങ്ങളോ മറ്റോ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്ക്. അങ്ങനെ ഭാമ ആദിയുടെ റൂമിൽ കയറിയിട്ട് ശ്രുതിയും ആദിയും ഒരുമിച്ചുള്ള ഏതെങ്കിലും ഫോട്ടോസ് ഉണ്ടോ എന്ന് തപ്പുകയാണ്. അങ്ങനെ തപ്പുമ്പോൾ ശ്രുതിയും അതുപോലെ തന്നെ ആദിയും കുട്ടിയായിരിക്കുമ്പോഴുള്ള ഫോട്ടോസും ശ്രുതി കുറച്ച് വലുതായതിനു ശേഷമുള്ള ഫോട്ടോസും ഒക്കെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴേക്കും ഭാമ ആകെ ഞെട്ടുന്നുണ്ട്. പിന്നീട് ഒട്ടും താമസിച്ചില്ല ചന്ദ്രമതിയും വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഫോട്ടോ എടുത്ത് കയ്യിൽ പിടിക്കുന്നുമുണ്ട് ചന്ദ്ര. പിന്നീട് വെള്ളം കൊണ്ടുവരുന്ന വിമലയുടെ കയ്യിൽ നിന്ന് വെള്ളം എല്ലാം മേടിച്ച് കുടിച്ചതിന് ശേഷം ചന്ദ്രമതി വിമലയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ശ്രുതിയെ അറിയുമോ എന്ന്. ആദ്യമൊക്കെ വിമല ആരാണ് ശ്രുതി, എനിക്ക് അറിയില്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ചുമ്മാ അഭിനയിക്കൊന്നും വേണ്ട, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെയും പറഞ്ഞ് ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചന്ദ്രമതി. വിമലയാണെങ്കിലും ശരിക്കും പെട്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രസകരമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്